10 വർഷത്തിനിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ 193 കേസുകളാണ് ഉണ്ടായത്. ഇതിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 2 കേസിൽ മാത്രമാണ്. ഒന്നാം മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ED 42 കേസുകൾ എടുത്തു. രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് 151 കേസുകളാണ് എടുത്തത്. 2022-2023 കാലയളവിൽ മാത്രം 32 കേസുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എടുത്തു. BJP നേതാക്കളോ ജനപ്രതിനിധികളോ പ്രതികളായ ഒറ്റ കേസും ഇല്ല എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ ഒരു വിവരം. ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. അത് A. റഹീം MP ആവശ്യപ്പെട്ടത് പാർട്ടിയും സംസ്ഥാനവും അടിസ്ഥാനമാക്കിയ കണക്കാണ്. വേർതിരിച്ചുള്ള കണക്ക് സൂക്ഷിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പറഞ്ഞത്. കൗതുകകരമായ കാര്യം, 193 കേസേ ഉള്ളൂ. അതിൻ്റെ കണക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ അത് സൂക്ഷിച്ചിട്ടില്ല. വിശ്വാസ്യത തകർന്നോ എന്ന ചോദ്യമാണ് ഇനി ബാക്കി. 10 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 5900 കേസുകളാണ്. വിചാരണ പൂർത്തിയായത് വെറും 45 കേസുകളിൽ മാത്രം. ശിക്ഷാ നിരക്ക് കുറവാണെന്ന് സുപ്രീം കോടതി തന്നെ വിമർശിച്ചിട്ടുണ്ട് പലതവണ. കുറ്റാരോപിതരെ ഏതു വിധേനയും ജയിലിൽ പിടിച്ചിടാനുള്ളതല്ല PMLA എന്ന് തന്നെ കോടതി വിമർശിച്ചിട്ടുണ്ട്.